നല്ല നാടൻ കുന്നങ്കായപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാം നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടോളി. എല്ലാം വളരെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ വെട്ടുന്നതൊക്കെ അങ്ങനെ ഏതെങ്കിലും കായ അല്ലട്ടോ. കുന്നങ്കായയിലെ പൊടിക്കുത്തൻ എന്ന് പറയുന്ന ഐറ്റാണ്. മണ്ണും മണലും കൂടി മിക്സ് ആയിട്ടുള്ള ഏക്കറക്കണക്കിനുള്ള ഭൂമിയിലാണ് ഈ ഒരു വായ കൃഷി ചെയ്യുന്നത്. വേപ്പും പുണ്ണാക്കും ചാണകവും അല്ലാത്ത ഒന്നും ഈ കൃഷിയിൽ വളമായിട്ട് യൂസ് ചെയ്യണില്ല. കുട്ടികൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ് അല്ലേ, മുലപ്പാൽ കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ് ഇത് കുന്നങ്കായ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കാനുള്ളതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഡൈജസ്റ്റീവാണ്. ഈ സാധനം കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കും. അതുപോലെ കുട്ടികളുടെ ജലാംശം, ശരീരത്തിലുള്ള ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് തീരെ നഷ്ടപ്പെടുത്തൂല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മളെ വല്യന്മാരും അല്ലെങ്കിൽ പ്രായം ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം കുന്നങ്കായപ്പൊടി, നാടൻ കുന്നനെ എടുത്തിട്ട് അത് കൊടുക്കണമെന്ന് പറയാൻ കാരണം അതാണ്. ഈ കുന്നങ്കായയിലുള്ളതാണ് പൊടിക്കുന്നനെ, പിന്നെ തട്ടില്ല കുന്നൻ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റ് പൊടിക്കുന്നൻ എന്നുള്ള ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ പൊടിക്കുന്നൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ഇതിൽ വരുന്ന സംഗതി, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കായ് വരുന്നുണ്ട്, അത് പിന്നെ പൊടിക്കുന്നൻ എന്നുള്ള പേരിൽ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്തുണ്ടാക്കിയ ഒറിജിനൽ സോയ്സ് എന്നുള്ള സാധനം മാത്രമേ ഉപയോഗിക്കണുള്ളൂ. ഇന്ന് ഞാൻ മലനാട് ഇസ്മായിലിൻ്റെ കൂടെയാണ്. എങ്ങനെയാണ് മലനാട് കുന്നങ്കായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും കൂടി അതൊക്കെ ഒന്ന് കണ്ടോളിട്ടോ. ഇവിടെ എത്തിയ കുന്നങ്കായ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ കൊലമെന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്നും നമ്മൾ തൊലി പൊളിച്ചെടുക്കുക എന്നുള്ള പ്രൊസീജിയറാണ് അടുത്ത് ചെയ്യുന്നത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മളിത് തൊലി പൂർണ്ണമായും നീക്കിയിട്ടാണ് ഇത് സ്ലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊലി നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു മക്കൾക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരേ കനത്തിൽ ചെത്തിയെടുത്ത കുന്നങ്കായകൾ നമ്മൾ ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കി, കൃത്യമായ ഉണക്കായതിന് ശേഷം മാത്രമാണ് വെയിലത്ത് നിന്ന് എടുക്കുക. ആ പാകത്തിനുള്ള ഉണക്കായാൽ അത് എടുത്ത് പൊടിച്ച് പിന്നെ ഇതുപോലെ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മൾ 1/4 കിലോൻ്റെ ബോട്ടിൽ പാക്ക് ചെയ്യുന്നുണ്ട്, 1/2 കിലോൻ്റെ ബോട്ടിൽ പാക്ക് ചെയ്യുന്നുണ്ട്. 1/4 കിലോൻ്റെ ബോട്ടിലിന് നമ്മൾ വില വരുന്നത് 200 രൂപയും 1/2 കിലോൻ്റെ ബോട്ടിൽ നമ്മൾ വില വരുന്നത് 390 രൂപയാണ്. പിന്നെ അതിൽ കാറ്റ് തട്ടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സീലർ ഇട്ടിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സീലർ ഇട്ട് പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് ഇങ്ങനെ ഇതുപോലെയാണ് ഈ സാധനം മാർക്കറ്റിൽ, അല്ലെങ്കിൽ മലനാട് കുന്നങ്കായ പൗഡർ എന്നുള്ളത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്. മലനാടിൻ്റെ ഈ ഒരു യഥാർത്ഥ നാടൻ കുന്നങ്കായപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവർ എത്തിച്ചു തരും. ആവശ്യക്കാർ ഉടനെ വിളിച്ചോളി.